അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹൈള് വലിയ അശുദ്ധി, നിഫാസ്, പ്രസവരക്തം, ജനാബത്ത് തുടങ്ങിയ ഫർള് കുളികൾക്കെല്ലാം എന്തെല്ലാം ശ്രദ്ധിക്കണം, എങ്ങനെയാണ് കുളിയുടെ രൂപം എന്ന് വിശദമായി പറയുന്നുണ്ട്. സ്കിപ്പ് ചെയ്യാതെ കാണണേ. വലിയ അശുദ്ധി ഉണ്ടാകുമ്പോഴുള്ള കുളി ആയാലും പ്രസവിച്ച ശേഷമുള്ള കുളി ആയാലും ജനാബത്ത് കാരിയുടെ കുളി ആയാലും എല്ലാ ഫർള് കുളികളുടെ രൂപം ഒരുപോലെ തന്നെയാണ്. കുളിക്ക് രണ്ട് ഫർളുകളാണുള്ളത്. ഒന്ന് നിയ്യത്ത്. നിയ്യത്ത് മനസ്സിൽ കരുതിയാൽ മതി. കുളിയുടെ വലിയ അശുദ്ധിയെ ഉയർത്തുന്നു എന്ന് നിയ്യത്ത് വെച്ചാൽ മതി. എല്ലാ നിർബന്ധമായ കുളികൾക്കും ഇങ്ങനെ തന്നെയാണ് നിയ്യത്ത് വെക്കേണ്ടത്. 2. ശരീരം മുഴുവൻ വെള്ളം എത്തിക്കുക. ശരീരത്തിൽ വെള്ളം ചേരുന്ന തടസ്സങ്ങൾ ഒന്നും ശരീരത്തിൽ ഇല്ലാതിരിക്കുക. ഉദാഹരണമായി ശരീരത്തിൽ പശയോ വളഞ്ഞി അല്ലെങ്കിൽ മഷി തുടങ്ങിയ സാധനങ്ങൾ ശരീരത്തിലുണ്ടെങ്കിൽ അവിടെ വെള്ളം ചേരില്ല. അത് നീക്കം ചെയ്ത ശേഷം വേണം കുളിക്കാൻ. പ്രത്യേകം ശ്രദ്ധിക്കുക. നിയ്യത്തും അതുപോലെ ശരീരം മുഴുവൻ വെള്ളം എത്തിയിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തിയാലും കുളിയുടെ പൂർണ്ണ രൂപമായി. ഇത്രയും ആയാൽ തന്നെ കുളി പൂർണ്ണമായി എന്നർത്ഥം. ഈ പറഞ്ഞതെല്ലാം കുളിക്ക് നിർബന്ധമുള്ള കാര്യങ്ങളാണ്. എന്നാൽ ഇനി പറയുന്നത് കുളിയിലുള്ള സുന്നത്തായ കാര്യങ്ങളാണ്. ഇതും കൂടെ കുളിയിൽ ഉൾപ്പെടുത്തിയാൽ കുളിയുടെ സുന്നത്തിൻ്റെ കൂലി കൂടെ കിട്ടുന്നതാണ്. കുളിയുടെ സുന്നത്ത് കൂടെ ചെയ്താലേ കുളി ശരിയാകൂ എന്ന വിശ്വാസം തെറ്റാണ്. അതിൽ വസ്വാസ് വന്നു ചേരാൻ ഇടയുണ്ട്. തെറ്റായ ധാരണ മാറ്റിയെടുക്കുക. കുളിയുടെ സുന്നത്തുകൾ നോക്കാം. ഖിബിലക്ക് മുന്നിട്ട് കൊണ്ട് കുളിക്കുക. ബിസ്മി ചൊല്ലുക. കുളിയുടെ തുടക്കത്തിൽ ശരീരത്തിലുള്ള മാലിന്യങ്ങൾ നീക്കുക. കുളിയുടെ തുടക്കത്തിൽ തന്നെ പല്ല് തേക്കുക. വായിൽ വെള്ളം കൊപ്പിളിക്കുക. മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുക. പൂർണ്ണമായ ഉളു എടുക്കുന്നത് പ്രധാനപ്പെട്ട സുന്നത്താണ്. കുളിയുടെ ആദ്യത്തിലാണ് ഉളു എടുക്കാൻ ഏറ്റവും നല്ലത്, അല്ലെങ്കിൽ മധ്യത്തിൽ, അതുമല്ലെങ്കിലാണ് അവസാനത്തിൽ ഉളു എടുക്കുക. എല്ലാം 3 പ്രാവശ്യം ചെയ്യലും സുന്നത്താണ്. ശരീരത്തിലെ ചുളിഞ്ഞ ഭാഗങ്ങൾ, ചെവിയുടെ ബാക്ക് ഭാഗം, കണ്ണിൻ്റെ പീളക്കുഴി, പൊക്കിൾ കുഴി തുടങ്ങിയ ഭാഗങ്ങളെല്ലാം സൂക്ഷിച്ച് കഴുകുക. എല്ലാ ഭാഗങ്ങളിലും വെള്ളം എത്തിയിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. വെള്ളം ഒഴിക്കുമ്പോൾ ആദ്യം തല, പിന്നെ വലതുവശം, പിന്നെ ഇടതുവശം, ഇങ്ങനെ ചെയ്യുന്നത് വളരെ സുന്നത്താണ്. അനാവശ്യമായ സംസാരം ഒഴിവാക്കുന്നതും പ്രത്യേകം സുന്നത്തുണ്ട്. കുളിക്കുന്നതിന് മുമ്പ് മുടി, നഖം തുടങ്ങിയവ നീക്കാതിരിക്കൽ പ്രത്യേകം സുന്നത്താണ്. ഒരു കാര്യം ശ്രദ്ധിക്കുക. അത്യാവശ്യമാണെങ്കിൽ അത് നീക്കാവുന്നതാണ്. നീക്കാതിരിക്കൽ സുന്നത്ത് മാത്രമേ ഉള്ളൂ. പ്രസവ കുളി, നിഫാസ് കുളി കുളിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്രസവരക്തം എന്നാണോ നിൽക്കുന്നത് അന്നു തന്നെ കുളിക്കൽ നിർബന്ധമാണ്. 40 ദിവസം കഴിയട്ടെ എന്ന് വിചാരിക്കുന്നത് തെറ്റാണ്. സാധാരണ 40 ദിവസം വരെ പ്രസവരക്തം ഉണ്ടാകാം എന്ന് മാത്രമേ ഉള്ളൂ. അതിനു മുമ്പ് രക്തം നിന്നിട്ടുണ്ടെങ്കിൽ കുളിക്കലും നിർബന്ധമാണ്. നിസ്കാരം തുടങ്ങിയ നിർബന്ധ കാര്യങ്ങൾ ചെയ്യലും നിർബന്ധമാണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഉപകാരമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.